ministered to us with all the freedom that the Lord has given. Initially, it was me to translate. We thought that I will be translating, but the younger generation may be better. So it's Pastor Abraham who is going to translate for him. Should there be any problem anywhere, I think he is better than me in all respects. He have the latest accents and all that. Only Malayalam I may be little better, but all other areas he is good. And let's see if there is any help. We will see later. Now I request Dr. Ron to come and then take the time. Thank you, Pastor. Thank you, sir. You have time, right? You have time right up to 1:30, 2 o'clock. Okay, thank you. Thank you, Pastor. It's a great privilege to be back with you. നിങ്ങളുടെ കൂടെ വീണ്ടും ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ഞാൻ എണ്ണുന്നു. We've had a wonderful few days over at the English church. കഴിഞ്ഞ ചില ദിവസങ്ങൾ ഇംഗ്ലീഷ് സർവീസിൽ ഞാൻ ശുശ്രൂഷിക്കുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം എനിക്ക് ലഭിച്ചു. I was absolutely amazed at the commitment of the people. ജനത്തിന്റെ സമർപ്പണം കണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ആശ്ചര്യമായി എനിക്ക് തോന്നുവാനിടയായി. I witnessed people by the hundreds walking in the mud and in the rain just to come to church. ആരാധനയ്ക്ക് വേണ്ടി വരുവാൻ മഴയുടെ ശല്യമുണ്ടെങ്കിലും ആ ചള്ളയ്ക്കകത്തൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ ആശ്ചര്യം തോന്നി. And many dozens of people were standing outside in the rain in the parking lot waiting for one service to end so they could come into the next. ഒരാരാധന കഴിഞ്ഞ് അടുത്ത ആരാധന തുടങ്ങുന്നതിന്റെ മുൻപേ മഴയത്തെ ആൾക്കാർ വെളിയിൽ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു. I was just totally amazed. എനിക്ക് അത്ഭുതം തോന്നി. In America, Pastor, you would have had 4 people yesterday. Had 4 people in attendance. ഇന്നലത്തെ സാഹചര്യം അമേരിക്കയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോയേനെ. But your dedication to the Lord is quite impressive. പക്ഷേ ഇവിടെയുള്ള ദൈവജനത്തിന്റെ സമർപ്പണം കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. Pastor and I were discussing the subject matter for today. ഇന്നത്തെ വിഷയം ഞങ്ങൾ പാസ്റ്ററും ഞാനും കൂടെ സംസാരിക്കുകയായിരുന്നു. And he came to the conclusion, but he felt that it would be best if we concentrate upon what we in the Western world and in the Christian world call the Holy Week. വിശുദ്ധ ആഴ്ചവട്ടം എന്നുള്ള വിഷയം അമേരിക്കയിലുള്ള ദൈവസഭ വിശ്വസിക്കുന്ന ആശയങ്ങൾ ഇവിടെ പറഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു ആശയം എന്നോട് പറയുവാനിടയായി. That is the week that commemorates the time that Jesus had his triumphant entry into Jerusalem up until the time of his resurrection. യേശു യെരുശലേം പട്ടണത്തിലേക്ക് കടക്കുവാൻ കഴുതക്കുട്ടിയുടെ മേൽ ഏറി വരുന്ന ആ സമയം മുതൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വരെ ഉള്ള ആ ഒരു കാലഘട്ടത്തെ ഓർക്കുന്ന സമയമാണ് വിശുദ്ധ ആഴ്ചവട്ടം എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. But when you look at the 4 Gospels and the record of those events, 4 സുവിശേഷങ്ങൾ പഠിക്കുകയും മാത്രമല്ല ചരിത്രത്തിലുള്ള രേഖകൾ ഇതിനെക്കുറിച്ചുള്ളത് ശോധന ചെയ്യുകയും ചെയ്താൽ there were 34 primary events that took place in that week. ആ ആഴ്ചയിൽ 34 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. That did not even include the other events that we would consider of a lesser value, like some of his teachings and the places he went and those types of things. ഈ 34 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 34 വിഷയങ്ങളുള്ള പട്ടികയിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ നിശ്ചയമായിട്ടും വന്നിരിക്കും. യേശു കടന്നുപോയ സ്ഥലങ്ങൾ, യേശു പഠിപ്പിച്ച വിഷയങ്ങൾ, നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഞാൻ ഈ പറഞ്ഞ 34 വിഷയങ്ങൾക്കകത്ത് ഉൾപ്പെട്ടിട്ടില്ല. So in order for us to cover the events of Holy Week effectively, you will have to remain for the next 1 month. ഈ 34 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുമാതിരി നന്നായി ചിന്തിച്ചു വരണമെങ്കിൽ അടുത്ത 1 മാസം നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. Now, if I would have said that in America, people would laugh. Only I laughed. അത് അമേരിക്കയിൽ ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ എല്ലാവരും ചിരിച്ചേനെ. In India, you would say, okay. ഇന്ത്യയിൽ നിങ്ങൾ സന്തോഷമായി അടുത്ത 1 മാസം കേൾക്കാമല്ലോ എന്ന് ഉള്ള മനോഭാവം എനിക്ക് വളരെ സന്തോഷമാണ്. That's the commitment that you have. അത് നിങ്ങളുടെ സമർപ്പണം. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. But we will only present 2 services today. പക്ഷേ ഇന്ന് നമ്മൾക്ക് 2 സെഷൻസ് മാത്രമേ ഉള്ളല്ലോ. And so on the first session we'll speak on 2 separate what
we would consider major events of Jesus' life. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നടന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. Or his life in this last week. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച ഒടുവിലത്തെ ആഴ്ചയിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. And then this evening we will cover his crucifixion and his resurrection. ഇന്ന് വൈകിട്ടത്തെ സെക്ഷനിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ചില വാക്കുകൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. We of the Christian world many times get a misconception of the life of Jesus and the times that Jesus lived. യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തുവിന്റെ ജീവിത ശൈലിയെക്കുറിച്ചും ജീവിതത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും ക്രിസ്തീയ മണ്ഡലത്തിൽ ജീവിക്കുന്ന പലർക്കും അനേക തെറ്റിദ്ധാരണകളുണ്ട്. Now for much of that misinterpretation we have to blame television or the movies. ഈ ദുർവ്യാഖ്യാനങ്ങളെക്കുറിച്ച് ക്രിസ്തീയ മണ്ഡലത്തിൽ വന്നിരിക്കുന്ന പല ദുർവ്യാഖ്യാനങ്ങൾ, പല ദുർചിന്തകൾ വരുവാൻ കാര്യം ഇന്ന് ലോകത്തിൽ കാണുന്ന മീഡിയ, ടെലിവിഷൻ, പത്രങ്ങൾ എന്നുള്ള മാധ്യമങ്ങളെ നിശ്ചയമായിട്ടും വിരൽ ചൂണ്ടിയേ മതിയാകൂ. These mediums give the impression that the whole world revolved around the Jews. ഈ മീഡിയ എടുത്താൽ, മീഡിയയുടെ ഇല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പ്രത്യേക ചിത്രീകരണം നോക്കിയാൽ ലോകം മുഴുവൻ യഹൂദന്മാരെ കൊണ്ട് മാത്രം നിറഞ്ഞിരുന്ന ഒരു ചിത്രമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. It did not. അല്ല, ലോകം അന്ന് ഭരിച്ചിരുന്നത് യഹൂദന്മാരല്ല, അവരല്ലായിരുന്നു ഏറ്റവും വലിയ സംഭവം. The world at that time revolved around Rome. അന്നത്തെ സംസ്കാരവും അന്നത്തെ ജീവിത ശൈലിയും മുഴുവൻ റോമൻ ഭരണത്തിന് ചുറ്റും നിന്ന സംഭവമാണ്. Roman power was ultimate. റോമൻ ശക്തി ഏറ്റവും ഉയർന്നതായിരുന്നു. The will of imperial Rome was carried out regardless of who you were and what your local customs were. റോമൻ ഇംപീരിയൽ അധികാരത്തിന്റെ തീരുമാനങ്ങൾ ലോകത്തിൽ ഏത് രാജ്യത്തും ഏത് സംസ്കാരത്തും ഏത് ഭാഷ സംസാരിക്കുന്നവരുടെയും ആശയങ്ങളെ, ചിന്താഗതികളെ ഒക്കെ തിരുത്തിക്കുറിച്ച് അതിന്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അവർ നടത്തി വന്നു. And that was especially true during this time that we classify as Holy Week of the life of Jesus. ഈ വിശുദ്ധ ആഴ്ചവട്ടം എന്ന പേരിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ ഇഹലോകവാസത്തിലെ അവസാനത്തെ ചില ദിവസങ്ങൾ, പ്രത്യേകിച്ചും ആ ദിവസങ്ങളിൽ റോമൻ അധികാരത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന സമയമാണ്. In the past 3 years before Jesus' death and resurrection, യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് വരെ there have been many attempts by Jewish rebels to overthrow the government of Rome. യഹൂദന്മാരുടെ പല നേതാക്കന്മാർ എണീറ്റ് റോമൻ അധികാരത്തിന് വിപരീതമായി പ്രതികരിച്ച് അവരെ മാറ്റിക്കളയുവാൻ അവർ വളരെ പ്രയത്നിച്ച സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And because of that, Roman authority began to come down hard upon the Jewish citizens. അതുകൊണ്ട് റോമൻ പടയാളികൾ, റോമൻ രാജ്യം മുഴുവൻ പ്രത്യേകിച്ചും യഹൂദന്മാരുടെ വിരോധമായി അവർ ശക്തമായി എഴുന്നേറ്റിരുന്ന ഒരു സമയമായിരുന്നു. In the north, in the Galilee, നോർത്ത് സൈഡ് ഗലീലി വശത്ത് the Roman tetrarch Herod Antipas, ഹെരോദാവായ ആക്ടിപ്പസ് എന്ന പേരുള്ള ഹെരോദാവ്, ആ പേരിലുള്ള രാജാവ്, ആ ഹെരോദാവ് അവിടെ ഭരണം ഏറ്റെടുത്ത സമയം he had eliminated the time periods for all of the Jewish celebrations. അവരുടെ സകല ഉത്സവങ്ങളെയും നിരോധിച്ചുകൊണ്ട് ഗലീല പ്രദേശങ്ങളിൽ യാതൊരു ഉത്സവത്തിനും അവസരം കൊടുക്കാതെ അവരെ പീഡിപ്പിച്ച സമയം. The Feast of Tabernacles had been completely eliminated. കൂടാരത്തിന്റെ പെരുന്നാൾ അവർ പൂർണ്ണമായി അവിടെ നിരോധിച്ചു. The Feast of First Fruits had been totally eliminated. ആദ്യഫലത്തിന്റെ ആ പെരുന്നാൾ മുഴുവനായി നിരോധിച്ചു. The 7-day Feast of Dedication had been reduced to 1 day only. 7 ദിവസങ്ങൾ കൊണ്ട് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഉത്സവം അവർ 7 ദിവസം എന്നുള്ള ആ കാലഘട്ടത്തെ മാറ്റി ഒരു ദിവസം മാത്രമായി വെട്ടിക്കുറച്ചു. And the 7-day celebration of Passover in the north had been reduced to 1 day only. 7 ദിവസത്തെ പെസഹയുടെ പെരുന്നാൾ ഒരു ദിവസമായി വെട്ടിക്കുറച്ചു. And then 6 months before Jesus' crucifixion, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് 6 മാസങ്ങൾക്ക് മുൻപേ Pontius Pilate was made a rule
and made a proclamation that all celebrations of the Jews would be canceled from that time forward. പൊന്തിയോസ് പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് 6 മാസം മുൻപേ മുതൽ യാതൊരു ഉത്സവവും അവരുടെ യാതൊന്നും പാടില്ല എന്ന് പൊന്തിയോസ് പീലാത്തോസ് കൽപ്പിച്ചു. This caused a major upheaval. അത് ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചു. And the Jewish religious leaders appealed to Pilate. അങ്ങനെ യഹൂദന്മാരുടെ നേതാക്കന്മാർ പീലാത്തോസിന് ഒരു അപ്പീൽ അയക്കുവാനിടയായി. And he rescinded his order. അങ്ങനെ ആ നിയമം തിരുത്തിക്കുറിച്ചു. Before it came into effect. അത് പ്രായോഗികമായി വരുന്നതിന് മുൻപേ ആ നിയമത്തിന് ഒരു മാറ്റമുണ്ടായി. And he reached a compromise with the Jewish Sanhedrin and with the Sadducees and priests. സദൂക്യരോടും പരീശന്മാരോടും അവിടുത്തെ നേതാക്കന്മാരോടും ഒരു ഒത്തുതീർപ്പിൽ ഇവർ വരുവാനിടയായി. He says, we will eliminate the feast of the first fruits. ആദ്യഫലത്തിന്റെ പെരുന്നാൾ ഞങ്ങൾ നിർത്തിത്തരാം. But the celebration of Passover, the celebration of tabernacles, and the celebration of dedication we will have, but we will combine all of those into one feast. പക്ഷേ 3 പ്രത്യേക പെരുന്നാളുകൾ, അത് ആദ്യഫലത്തിന്റെ പെരുന്നാൾ, 2 കൂടാരത്തിന്റെ പെരുന്നാൾ, 3 പെസഹയുടെ പെരുന്നാൾ, ഇത് 3ഉം കൂടെ 3 സമയങ്ങളിൽ നടക്കേണ്ടതിന് പകരം അത് ഒരുമിച്ച് ഞങ്ങൾ ഒരു ഉത്സവമായി ആചരിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് യഹൂദന്മാരുടെ നേതാക്കൾ സമ്മതിച്ചു. And so in that year, the year that Jesus died and was resurrected, അങ്ങനെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ വർഷം, the Passover was not held for 7 days that year. ആ വർഷത്തെ പെസഹായുടെ പെരുന്നാൾ 7 ദിവസത്തെ കാലാവധി ഇല്ലായിരുന്നു. It was held for 14 days. അത് 14 ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. And that allowed the other 2 celebrations of tabernacles and dedication to be included. അതുകൊണ്ട് മറ്റ് 2 പ്രധാനപ്പെട്ട ഉത്സവങ്ങളും ഇതിനോട് കൂടെ ഒരുമിച്ച് യോജിക്കുവാൻ അവർ ഇടയാക്കി. And so there would be a portion of this 2 weeks that was set aside for celebration of tabernacles. അങ്ങനെ 2 ആഴ്ചകൾ കൂടാരത്തിന്റെ പെരുന്നാളിനുള്ള സമയവും, a portion set aside for dedication of the feast of dedication. മറ്റൊന്ന് feast of dedication, അത് Hanukkah. Okay, മറ്റൊരു പെരുന്നാളും അതിനോട് കൂടെ ചേർത്തു. And then the latter part would be dedicated for Passover. ഒടുവിലായി പെസഹായുടെ പെരുന്നാളും ഇതേ കാലഘട്ടത്തിൽ തന്നെ ഒരുമിച്ച് ചേർത്ത് 2 ആഴ്ചകൾ കൊണ്ട് തീർക്കുവാൻ തീരുമാനിച്ചു. So a 2-week celebration of the Jews. അങ്ങനെ 2 ആഴ്ചകൾ നിലനിൽക്കുന്ന ആ യഹൂദന്മാരുടെ ഉത്സവം that was allowed. അത് അനുവദിക്കപ്പെട്ടു. That would incorporate the 3 biggest celebrations. ആ 3 ഏറ്റവും പ്രധാനപ്പെട്ട പെസഹായുടെയും ആ 3 പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഒരുമിച്ച് കൊണ്ടാടുവാൻ അനുവാദം ലഭിച്ചു. And it was during this celebration that Jesus received the adoration, what we now call the triumphant entry. ആ ദിവസങ്ങളിലാണ് കർത്താവ് യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ മേൽ കയറി യെരുശലേം പട്ടണത്തിലേക്ക് കടന്നു വന്ന സംഭവം നടക്കുന്നത്. Because the great Hosanna, that celebration that they would wave the palm leaves and the leaves of trees, that was associated with tabernacles. കൂടാരപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഹോശാന എന്ന പാട്ടോടുകൂടി വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടി വീശി രാജാവിനെ എതിരേൽക്കുന്ന ആ പ്രത്യേക സംഭവവും ഈ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. And this was normally held in September. സാധാരണമായി ഇത് നടന്നു വരേണ്ടത് സെപ്റ്റംബർ മാസമാണ്. But it was on this year that they had the first and the only combination of these feasts. ചരിത്രത്തിൽ ആദ്യമായി യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ആ വർഷം മാത്രം യഹൂദന്മാരുടെ ചരിത്രത്തിൽ ആദ്യമായി 3 പെരുന്നാളുകളും ഒരുമിച്ച് ഒരേ സമയം കൊണ്ടാടുവാനിടയായി. And it was in the tabernacle portion of the extended feast that Jesus went into Jerusalem and he was received as the great Hosanna and the adoration that was due him. അങ്ങനെ പെസഹയ്ക്ക് വേണ്ടി കൂടാര പെരുന്നാളിന് വേണ്ടി ഒരുക്കി വെച്ച ആ വലിയ കൂടാരത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ആൾക്കാർ യേശുവിനെ ഹോശാന പാടി സ്വീകരിക്കുകയും ചെയ്തതായി വചനത്തിൽ കാണുവാൻ സാധിക്കും. And so the first event we want to cover
is related to that. Turn with me, if you will, to Mark, the book of St. Mark, the 11th chapter. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഹോശാന ദിവസം നടന്ന സംഭവങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. And I will ask Pastor, if he will read verses number 15 through 17. Shall I read in English? Yeah. No, go ahead. I have in English. Yes. അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. Now, the event of Jesus casting out the money changers actually took place 3 times in his ministry. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ആലയത്തിൽ നിന്ന് വിൽക്കുവാൻ വ്യാപാര ചന്തയാക്കി മാറ്റിയ ആൾക്കാരെ ചാട്ടവാറ് വെച്ച് അടിച്ച് പുറത്താക്കിയ സംഭവങ്ങൾ ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. The first time was in the very first year of his ministry. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ വർഷം ആദ്യമായത് സംഭവിച്ചു. But there were 2 more times in this last 2 weeks of his life. 2 പ്രാവശ്യം കൂടെ ഈ സംഭവം സംഭവിച്ചു. അത് യേശുക്രിസ്തുവിന്റെ ഒടുവിലത്തെ ഈ ഭൂമിയിൽ ഇഹവാസ ജീവിതത്തിൽ ഇവിടെയുള്ള ജീവിതത്തിൽ ഒടുവിലത്തെ ആഴ്ചയിൽ നടന്ന സംഭവമാണ് ഈ കാണുന്നത്. The first of those 2 had taken place about 3 days before. ആദ്യത്തെ പ്രാവശ്യം ഈ ഒടുവിലത്തെ 2 പ്രാവശ്യം യേശു ആലയം ശുദ്ധീകരിച്ചതിൽ 3 ദിവസം മുൻപേ നടന്നു കഴിഞ്ഞു. At the very beginning of this combined celebration. ഈ 2 ആഴ്ചത്തെ വലിയ ഉത്സവം 3 പെരുന്നാളുകൾ ഒരുമിച്ച് നടക്കുന്ന ആ ഉത്സവത്തിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ആദ്യത്തെ പ്രാവശ്യം യേശു ആലയം ശുദ്ധീകരിച്ചു. But the event we read this morning was the 3rd and last time that it happened. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ ചരിത്ര ഭാഗം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ 3 പ്രാവശ്യം ആലയത്തെ ശുദ്ധീകരിച്ചതിൽ ഒടുവിലത്തെ പ്രാവശ്യം യേശു ചെയ്ത പ്രവൃത്തിയാണ്. And it happened at the very beginning of the Passover portion of the extended celebration. ഈ 2 ആഴ്ചത്തെ പെരുന്നാളിൽ ഒടുവിലത്തെ ആഴ്ചയിൽ നടക്കുന്ന പെസഹ പെരുന്നാളിൽ യേശുക്രിസ്തു വീണ്ടും ശുദ്ധീകരണം ചെയ്തതാണ് ഇവിടെ കാണുന്നത്. Now this temple was a magnificent structure. ഈ ആലയം വലിയ മനോഹരമായ ഒരു ആലയമായിരുന്നു. Herod the Great had began construction on this great temple. ഹെരോദാവായ രാജാവ് ഈ വലിയ ആലയം പണിതു. It was built upon the site of the ancient Solomon's temple. ശലോമോന്റെ ആലയം തകർന്ന് മാറിയ സ്ഥലത്ത് വീണ്ടും ഒരു ആലയം ഹെരോദാവ് രാജാവ് പണിതുയർത്തി. Herod had saved no expense on the construction of this building. ഈ ആലയത്തിന്റെ പണിയിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ കാര്യമായി പണം ചെലവഴിച്ച് ഹെരോദാവ് രാജാവ് ഈ ആലയം വീണ്ടും പുതുക്കി പണിതു. Augustus Caesar himself had given from the Roman treasury what was equivalent today of more than $1 billion. അഗസ്റ്റസ് കൈസറാകുന്ന അഗസ്റ്റസ് 1 ബില്യൺ 100 കോടി ഇന്നത്തെ വില മതിക്കുന്ന $100 കോടി ചെലവഴിച്ച് റോമൻ ഭണ്ഡാരത്തിൽ നിന്നും ഇസ്രായേലിന്റെ ആലയം ഹെരോദാവിന് പണിയുവാൻ അനുവദിച്ചു. And Herod matched that amount. ഹെരോദാവും $100 ബില്യൺ അതായത് ഒത്തിരി പണം ചെലവഴിച്ച് കാശങ്ങ് ഇട്ടങ്ങ് പണിതു. And so this was one of the most magnificent religious structures in the world. അന്ന് ലോകത്തിലുണ്ടായിരുന്ന സകല മതങ്ങളുടെയും ആലയങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന മതത്തിന്റെ ഒരു വലിയ ആലയമായിരുന്നു ആ ദേവാലയം. There were 3 courts. There was the intercourt that was for the men only. 3 പ്രാകാരങ്ങൾ കാണുവാൻ സാധിക്കും. ആദ്യത്തേത് പുരുഷന്മാർക്ക് മാത്രമുള്ള പ്രാകാരം. And then there was another outer court that were for women. മറ്റൊരു പ്രാകാരത്തിൽ സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളത്. And then they had the greatest of all of the courts. This was called the court of Gentiles, in which anyone was invited to be there. ജാതികൾക്കുള്ള പ്രാകാരം ഏറ്റവും പുറത്തുള്ളത് ആർക്കും അവിടെ കടക്കുവാൻ സാധിക്കും. ഏറ്റവും വലുത് അതായിരുന്നു. And it was in the court of Gentiles that they had large areas that were set aside to sell animals and to exchange monies and these types of commercial things. ഈ ജാതികൾക്കുള്ള പ്രാകാരം ഏറ്റവും വലിപ്പമുള്ള ഈ സ്ഥലത്ത് പണം
വാങ്ങുകയും വിൽക്കുകയും ചെയ്യുവാനുള്ളതും പണം മാറുവാനുള്ളതുമായ വ്യത്യസ്ത കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏറ്റവും വലിയ ആ ഭാഗം അതായിരുന്നു. The structure itself covered an area of about 42 acres. The whole area. ഈ മുഴുവൻ ആലയം ഏകദേശം 42 ഏക്കർ വലിപ്പമുള്ള ഒരു വലിയ ആലയം. On one side, it was 900 meters long. ഏകദേശം 2700 അടി നീളമുള്ള ഒരു മതിൽ ഒരു വശത്ത്. The other side was 906 meters long. അതിനേക്കാൾ വലിപ്പമുള്ള ഒരു മതിൽ മറ്റൊരു വശത്ത്. And 600 meters wide. 600 meters വീതിയുള്ള ഒരു വലിയ കെട്ടിടം. And during the Passover season is when they had the most people that were there. പെസഹായുടെ സമയത്ത് ഏറ്റവും അധികം ആൾക്കാർ ഈ ആലയത്തിൽ വന്നിരുന്നു. The Jewish historians would tell us that on Passover day or during Passover celebration there would be as many as 100,000 people there. യഹൂദ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ പഠിച്ചാൽ ഓരോ പെസഹ നാളിലും ഏകദേശം 100,000 ആൾക്കാർ അവിടെ കൂടി വന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. In addition to that, അതിനേക്കാൾ ഉപരി you had approximately 3,000 people bankers who exchanged money. വ്യാപാരം ചെയ്യുവാൻ ബാങ്കേഴ്സ് ആയിട്ട് മാത്രം ഇരിക്കുന്ന ഏകദേശം 3000 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. And so people from all over the world would come to this celebration. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഈ വലിയ ഉത്സവത്തിൽ പങ്കുകൊള്ളുവാൻ ജനം വരുമായിരുന്നു. But these people had Roman money. പക്ഷേ ഇവരുടെ കയ്യിലെല്ലാം റോമൻ നാണയങ്ങളാണുള്ളത്. And the priests didn't like Roman money because it had the image of the emperor on it to be spent in the temple. ആ റോമൻ നാണയത്തിന്റെ മുകളിൽ റോമൻ ചക്രവർത്തിയുടെ ആ മേലെഴുത്തുള്ളതിനാൽ അവരുടെ പുരോഹിതന്മാർക്ക് അത് ഉപയോഗിക്കുവാൻ താല്പര്യമില്ലായിരുന്നു. So you would exchange your Roman money for Jewish money. അങ്ങനെ റോമൻ നാണയം കൊടുത്ത് യഹൂദന്മാരുടെ നാണയങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കും. And then you would use the Jewish money to buy the animals to be sacrificed. അങ്ങനെ ഈ യഹൂദന്മാരുടെ പണം വാങ്ങിച്ച് മൃഗങ്ങളെ വാങ്ങിച്ച് യാഗം കഴിക്കുവാനായി കൊണ്ടുപോകും. But the priests made money from this. പക്ഷേ ഈ പുരോഹിതന്മാർക്ക് ഇതിന്റെ അകത്ത് കമ്മീഷൻ ഉണ്ടായിരുന്നു. They did not exchange 1 rupee for another rupee. അവർ നീതിയായി ഈ പണം കൈകാര്യം ചെയ്തില്ല. Is that I would give you 5 rupees in Roman money and you would give me 1 back in Jewish money. അവർ 5 ഇരട്ടി വരെ കവർച്ച ചെയ്ത് ആൾക്കാരുടെ നിന്ന് പണം വാങ്ങിച്ച് പണം സമ്പാദിച്ചു. So they were stealing from the people. അതുകൊണ്ട് ജനത്തിന്റെ കയ്യിൽ നിന്ന് കവർച്ച ചെയ്യുകയായിരുന്നു. And so, but during this combined celebration, ഈ വലിയ ഉത്സവത്തിന്റെ സമയം the Jewish historians as well as the Roman historians tell us that it was the largest crowd that had ever gathered in the Jewish temple. റോമൻ ചരിത്രം പഠിച്ചാലും യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചാലും അവർ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഏറ്റവും അധികം ആൾക്കൂട്ടം നടന്ന പെസഹ പെരുന്നാൾ ഈ പെരുന്നാളായിരുന്നു. And on the day that Jesus appeared, യേശു അവിടെ പ്രത്യക്ഷമായ വെളിപ്പെട്ടു വന്ന ആ ദിവസം, this third time that he cast out the money changers, ഈ മൂന്നാം പ്രാവശ്യം ഈ പണം വ്യാപാരം ചെയ്തു വരുന്ന ആൾക്കാരെ ആലയത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ the Roman historians who were there as eyewitnesses, അവിടെ കണ്ടുകൊണ്ട് നിന്ന റോമൻ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്, they tell us that there were over 250,000 people there in the temple. 2.5 ലക്ഷത്തിലധികം ആൾക്കാർ അന്ന് യെരുശലേമിൽ ഉണ്ടായിരുന്നു, ആ ആലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. In addition to that, there were 100 temple guards. 100 temple guards. അതിൽ 100 പട്ടാളക്കാരെ പോലെ അവിടെ കാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. And they were under control of the Jewish priests. അവർ ഈ കാവലിന് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് പോലുള്ളവർ പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. There were also 300 Roman soldiers. 100 കാവൽക്കാർ യഹൂദന്മാരുടെ കീഴിലുള്ളപ്പോൾ 300-ലധികം പടയാളികൾ, റോമൻ പടയാളികൾ അവിടെ ഉണ്ടായിരുന്നു. They were there for security. അവരും അവിടെ കാവലിന് വേണ്ടി ഉണ്ടായിരുന്നു. In addition to that, there were over 100,000 animals that were ready to be sacrificed. യാഗമൃഗങ്ങളെ അവിടെ സൂക്ഷിച്ചിരുന്ന കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. And so when we evaluate the number of animals, the number of money changers, the money of merchants, the money of people,
the amount of people, there could have been as many as 300,000 total in the temple. വിൽക്കുവാൻ വന്നവർ, വാങ്ങുവാൻ വന്നവർ, അവിടെ ഉണ്ടായ കൂട്ടം, അവിടുത്തെ പടയാളികൾ, അവിടുത്തെ സെക്യൂരിറ്റി, പുരോഹിതന്മാർ എല്ലാം കൂടെ എടുത്താൽ ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാർ അവിടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും. And Jesus walked in. യേശു കടന്നു ചെല്ലുമ്പോൾ And he was infuriated. യേശു കോപം നിറഞ്ഞു. He says, this place is a place of prayer. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. It is not a place to be stealing. ഇത് കവർച്ച ചെയ്യുവാനുള്ള ഒരു സ്ഥലമല്ല. It is not a place to be selling. ഇത് കള്ളന്മാരുടെ ഗുഹയല്ല, വിൽക്കുവാനും വാങ്ങുവാനുമുള്ള സ്ഥലമല്ല. It is not a barn or a corral for animals to be in. ഇത് ആലയമാണ്, ഇത് പശുക്കളെ വളർത്തുന്ന തൊഴുത്തല്ല. And then Jesus himself with the energy that he's had, began to drive these people out. യേശുവിന്റെ പൂർണ്ണ ബലം ഉപയോഗിച്ച് ഈ ആൾക്കാരെ ആലയത്തിൽ നിന്നും പുറത്താക്കുവാൻ പരിശ്രമിച്ചു. And he kicked over the tables where the money was being set. മേശകൾ തൊഴിച്ച് കമത്തിയിടുവാനിടയായി. And can you imagine the scene as 3,000 tables filled with money spread all over where the people were? 3000-ലധികം മേശകൾ ആൾക്കാരിരുന്ന് പണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ മേശകൾ തൊഴിച്ച് നിലത്തിടുമ്പോൾ അവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കും. And then the thousands of animals being driven out before the people. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങൾ അഴിച്ചുവിടുമ്പോൾ അത് അതിലേക്ക് ഓടി നടക്കുന്ന ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കും. The Bible doesn't tell us how long this took place. എത്ര സമയം ഇതിനെടുത്തു എന്ന് ബൈബിളിൽ രേഖയില്ല. But the Roman historians do. റോമൻ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Cyrilius, the Roman historian, was there as an eyewitness. Cyrilius എന്ന പേരുള്ള ഒരു റോമൻ ചരിത്രകാരൻ അവിടെ ദൃക്സാക്ഷിയായി കണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. He was the court historian for Pontius Pilate. പൊന്തിയോസ് പീലാത്തോസിന്റെ പ്രാകാരങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ എഴുതി കുറിക്കുന്ന വ്യക്തിയായിരുന്നു ഈ ദേഹം. And he says Jesus's energy in driving the people out of the temple lasted for 6 hours. 6 മണിക്കൂറിലധികം പൂർണ്ണ ബലത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ യേശു സമയവും ആരോഗ്യവും ചെലവഴിച്ചു എന്ന ചരിത്രകാരൻ എഴുതി വച്ചിരിക്കുന്നു. But during all of this time, ഈ 6 മണിക്കൂറും not one single person tried to stop him. ഒരു മനുഷ്യൻ പോലും യേശുവിനെ നിർത്തുവാൻ പരിശ്രമിച്ചില്ല. 250,000 people, 2.5 ലക്ഷം ആൾക്കാർ, soldiers, പട്ടാളക്കാർ, security ആൾക്കാർ, the highest levels of Roman authority, റോമൻ രാജ്യത്തിന്റെ ഉയർന്ന അധികാരികൾ, friends by the hundreds, നൂറുകണക്കിന് സ്നേഹിതർ, none of them tried to stop Jesus. ഒരുവനും യേശുവിന്റെ പ്രവൃത്തിയിൽ നിന്നും യേശുവിനെ പിൻവലിക്കുവാൻ പരിശ്രമിച്ചില്ല. Now, in my opinion, എന്റെ അഭിപ്രായം, that was one of Jesus's greatest miracles. യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതം അതായിരുന്നു. Just imagine a place as small as this. ഈ ഹാളിന് അത്രയും വലിപ്പമുള്ള ഒരു സ്ഥലം നിങ്ങൾ ഭാവനയിൽ കാണുക. And then against the walls you have tables that are solid all the way around the walls with money on them. ഓരോ സ്ഥലത്തും ഇതിന്റെ മതിലുകളിൽ മേശ വെച്ച്, ഇതിന്റെ മതിലിനോട് ചേർന്ന് മേശ വെച്ച് ആൾക്കാർ ഇരുന്ന് വ്യാപാരം ചെയ്യുന്നതായി നിങ്ങൾ ഭാവനയിൽ കാണുക. And then imagine all of the empty spaces that you see filled with animals. ഈ കസേര ഇല്ലാതെയും നടുക്കെവിടെയെങ്കിലും അല്പം ഫ്രീ ആയിട്ട് കാണുന്ന സ്ഥലത്തും മൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഭാവനയിൽ കാണുക. You have goats in here, you have sheep, and you have calves and cows. പശുക്കളും ആടുകളും മൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. And this place is filled with those animals. ഇങ്ങനെ മൃഗങ്ങളാൽ ഈ സ്ഥലം നിറഞ്ഞിരിക്കുകയാണ്. And there you are sitting in the chair that you're sitting in. അതിന്റെ നടുവിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ കസേരയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. And there's a wild man comes in the door. ഒരു മനുഷ്യൻ കോപം നിറഞ്ഞ ഈ മുറിക്കകത്തോട്ട് കയറി വന്നു. And he begins immediately to kick over all of these tables with the money going all over the place. ഇങ്ങോട്ട് വന്ന ഇതിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തട്ടി താഴിടുവാനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുവാനും ആരംഭിച്ചു. He begins to drive the animals out. ഈ മൃഗങ്ങളെ
ഈ ഹാളിൽ നിന്നും പുറത്താക്കി. And some of those animals come into where you're seated. അങ്ങനെ നിങ്ങളായിരിക്കുന്നിടത്തോട്ട് ഈ പശുവും ആടുമൊക്കെ വന്ന് നിങ്ങളെ ഇടിക്കാൻ വരികയാണ്. And then he comes in among you with a whip and say, "Get out of here." ഒരു മനുഷ്യൻ ആ ഒരു ചാട്ടവാറും പിടിച്ചുകൊണ്ട് ഇതിന്റെ അകത്ത് വന്ന് നിങ്ങളെ ഈ ഹാളിൽ നിന്നും പുറത്താക്കുവാൻ പരിശ്രമിച്ചു. How would you react? നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? Would you just sit there? കയ്യും കെട്ടി നിങ്ങൾ അവിടെ ഇരിക്കുമോ? Or would you get up and try to stop this crazy man? അതോ ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പിടിച്ച് കെട്ടുവാൻ പരിശ്രമിക്കുമോ? Maybe you will call the police. ഒരുപക്ഷേ ചിലർ പോലീസിനെ വിളിക്കും. Except the police are already here. പക്ഷേ അവിടുത്തെ കാര്യം പോലീസ് അതിന്റെ അകത്തുണ്ട്. And they do nothing. അവരൊന്നും ചെയ്തില്ല. They just watch as this happens. അവരിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. And so, in my opinion, എന്റെ അഭിപ്രായത്തിൽ, of all the miracles that took place in Jesus' life, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്ന സകല അത്ഭുതങ്ങളിലും this has to rank in the top 10. ഒരുപക്ഷേ ഏറ്റവും വലിയ 10 അത്ഭുതങ്ങളിൽ ഒരു വലിയ അത്ഭുതം ഇതായിരിക്കും. Because no one tried to stop him. കാര്യം ആരും 6 മണിക്കൂറിന്റെ ഉള്ളിൽ യേശുവിനെ നിർത്തുവാൻ പരിശ്രമിച്ചില്ല. And the only thing that ever happened അവിടെ സംഭവിച്ചത് എന്താണ്? is that the religious leaders say, "What gives you the authority to do this?" അവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. അവിടുത്തെ യഹൂദന്മാരുടെ നേതാക്കന്മാർ വന്ന് ഇതൊക്കെ ചെയ്യുവാൻ നിനക്ക് ആർ അധികാരം തന്നു എന്ന് യേശുവിനോട് ചോദിക്കുന്നു. And that's all. അത്രേ മാത്രമേ ഉള്ളൂ. He says, "Well, let me ask you a question." ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. The baptism of John, എന്റെ അധികാരം നിനക്കറിയണമല്ലോ. യോഹന്നാന്റെ അധികാരം ഇവിടെ നിന്ന് വന്നു. was it of God or was it of man? അത് ദൈവത്തിൽ നിന്നുള്ളതോ അതോ മനുഷ്യനിൽ നിന്നുള്ളതോ? And they says, we don't know, we can't say. ഈ യഹൂദന്മാരുടെ നേതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല. Then Jesus says, "Well, then I can't tell you by what authority I do this." യേശു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ഞാനും പറയുന്നില്ല. And that was it. അവിടെ കൊണ്ട് കഴിഞ്ഞു. But from that time until the time that Jesus died on the cross, there never was a repeat of this situation. പക്ഷേ ആ നിമിഷം മുതൽ യേശുവിന്റെ ക്രൂശീകരണം വരെ ഈ ഒരു ചരിത്രം പിന്നെ ആവർത്തിച്ചിട്ടില്ല. For the remainder of that week, there were no more money changers in the temple. ആ ആഴ്ചയിൽ പിന്നെ ആലയത്തിൽ വ്യാപാരം നടന്നിട്ടില്ല. There were no more animals. അവിടെ മൃഗങ്ങളില്ലായിരുന്നു. And there were no more sellers of merchandise. അവിടെ വ്യാപാരം ചെയ്യുന്ന സകല വ്യാപാരവും ആ നിമിഷം കൊണ്ട് ക്രൂശീകരണം വരെ നിന്നു. The divine fear that was placed upon them by God the Father through Jesus was undeniable. ഒരു വലിയ ഭയത്തിന്റെ അന്തരീക്ഷം യേശുക്രിസ്തുവിൽ കൂടെ ആ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചത് പിതാവിന്റെ പ്രവൃത്തിയായിരുന്നു. Later that day, Jesus and his disciples returned to where they were staying in Bethany. അന്ന് ആ ദിവസം സന്ധ്യയായപ്പോൾ യേശുവും തന്റെ ശിഷ്യന്മാരും ബethനിയിൽ അവർ പാർത്ത ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്നു. And on the way there was an experience that had happened when Jesus was coming into town, a cursing of a fig tree. ആ ദിവസം തന്നെ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്തിവൃക്ഷത്തെ ശപിച്ച ഒരു സംഭവം നടന്നു. And the fig tree withered and died. ആ അത്തിവൃക്ഷം കരിഞ്ഞുപോയി. And Jesus taught his disciples a lesson as a result of that. അതിന്റെ പരിണിത ഫലമായി യേശു തന്റെ ശിഷ്യന്മാരെ ഒരു പ്രത്യേക കാര്യം പഠിപ്പിച്ചു. And a few verses further down he talks about it. ചില വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. And so if I can have someone read verse number 23 and 24. 23ഉം 24ഉം വാക്യങ്ങൾ ദയവായി ആരെങ്കിലും മലയാളത്തിൽ വായിച്ച് സഹായിക്കണം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. The first time that Jesus talked about the faith of a seed of mustard was a couple of years before this in Mount Hermon. ഈ ചരിത്രഭാഗത്തിൽ വായിക്കുന്ന ഈ സംഭവത്തിന് ചില വർഷങ്ങൾ, കുറഞ്ഞത് 2 വർഷങ്ങൾക്ക് മുൻപേ യേശു പർവ്വതത്തിൽ വെച്ച് വിശ്വാസത്തെക്കുറിച്ച്, കടുകുമണിയോളം വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And now on the Mount of Olives he repeated the same lesson. ഇപ്പോൾ ഒലിവ് പർവ്വതത്തിങ്കൽ
യേശുക്രിസ്തു വീണ്ടും ഇതേ വിശ്വാസത്തിന്റെ ഉപദേശം പഠിപ്പിക്കുകയാണ്. Jesus was referring directly to an industry that was taking place in Judea at that time. ആ കാലത്തിൽ യഹൂദ രാജ്യത്തിൽ നടന്നു വന്ന ഒരു പ്രത്യേക തരമുള്ള ഇൻഡസ്ട്രി, അതിനെ നോക്കി കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, വ്യാപാരത്തെ നോക്കി പറഞ്ഞു. This industry actually began in the year 64 BC. 62 BC-യിൽ നടന്ന ആരംഭിച്ച ഒരു പ്രത്യേക തരം വ്യാപാരമാണിത്. That was the year that Pompey the Great conquered that region on behalf of Rome. പോംപെയ് ദ ഗ്രേറ്റ് എന്ന പേരുള്ള ആ വ്യക്തി റോമൻ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത ഒരു സ്ഥലം. Pompey had a general with him who was also an engineer. His name is Gaius Albanius. ഗൈഷ്യസ് അൽബേനിയസ് എന്ന പേരുള്ള ഒരു എഞ്ചിനീയർ ഈ പോംപെയ് എന്ന പേരുള്ള രാജാവിന്റെ ഒരു ജനറലായി തന്നോട് കൂടെ ഉണ്ടായിരുന്നു. Now during the war, many of the ports and the docks and the things that were associated with ships were destroyed in Judea and the Galilee. യഹൂദിയയിലും ഗലീലിലും കപ്പലുകൾ വരുവാനും അവിടെ കപ്പലുകളിൽ കൂടെ വ്യാപാരം ചെയ്യുവാനുമുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള ചുറ്റുപാടുകൾ, അതിന്റെ സകലതും യുദ്ധത്തിൽ നശിച്ചു കഴിഞ്ഞു. Rome demanded that Pompey rebuild these docks and rebuild these ports for ships. ഈ കപ്പലുകൾ മടങ്ങി വന്ന് വ്യാപാരം ആരംഭിക്കത്തക്കതുപോലെ അവിടെയുള്ള സൗകര്യങ്ങൾ വീണ്ടും പണിതുയർത്തണമെന്ന് പോംപെയ് എന്ന പേരുള്ള വ്യക്തിയോട് റോമൻ സാമ്രാജ്യം ആവശ്യപ്പെട്ടു. And they gave him permission to quarry the stones that were in the region and to do what was needed to make these things to be built. അവിടെ ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ആവശ്യമുള്ള സകല പെർമിഷനും റോമൻ രാജ്യം അവർക്ക് നൽകി. The only problem with that is that Pompey didn't have any money. പക്ഷേ ഈ പോംപെയ് എന്ന പേരുള്ള ആ വ്യക്തിക്ക് ആവശ്യത്തിന് പണമില്ലായിരുന്നു. So he requested the money from Rome. അതുകൊണ്ട് അതിനാവശ്യമുള്ള പണം റോം രാജ്യത്തോട് ചോദിച്ചു. He needed the money to hire stone masons. കല്ലിൽ പണിയുന്നവരെ ആവശ്യപ്പെട്ടു, അവർക്ക് കൊടുക്കാനുള്ള പണം ചോദിച്ചു. And to hire laborers and quarriers of the stone to make all of these things. ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശമ്പളത്തിനുള്ള പണം അദ്ദേഹം റോമിനോട് ചോദിച്ചു. But he waited and he waited and the money never came. താൻ ഒത്തിരി കാത്തിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ റോമൻ ഗവൺമെന്റ് കാശ് കൊടുത്തില്ല. And so he returned to Rome to get the money. അങ്ങനെ താൻ പണം വാങ്ങുവാൻ റോമിൽ ചെന്നു. And he left General Albanius in charge. ജനറൽ അൽബേനിയസിനെ അവിടെ അതിനെ ചുമതല ഏൽപ്പിച്ച് അവിടെ നിർത്തി. But Pompey never returned. പക്ഷേ പോംപെയ് തിരിച്ച് റോമിൽ പോയില്ല. He was murdered. പോംപെയെ കൊന്നുകളഞ്ഞു. On his return. മടങ്ങി പോകുന്ന വഴിയിൽ തന്നെ കൊന്നുകളഞ്ഞു. But Rome still wanted the seaports and the docks and all of these things constructed. പക്ഷേ അവർ ആവശ്യപ്പെട്ടത് അത് പണിതെടുക്കണം എന്ന് റോമൻ രാജ്യം വീണ്ടും ആഗ്രഹിച്ചു. So now Albanius waited for the money. അൽബേനസ് ഇപ്പോൾ പണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. But as he waited, he began to observe some things. താൻ കാത്തിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ താൻ ശ്രദ്ധിച്ചു. He observed that most of the mountains and most of the hills in Judea and in the Galilee were made of limestone. ഏറ്റവും അധികം അവിടെയുള്ള പർവ്വതങ്ങൾ, അവിടെയുള്ള മലകൾ, കുന്നുകളൊക്കെയും പാറക്കഷ്ണങ്ങളല്ല, ലൈംസ്റ്റോൺ. The same type of stone that was needed for his construction. അവിടെ ആവശ്യമുള്ള പണിക്ക് ആവശ്യമുള്ള കറക്റ്റ് മെറ്റീരിയൽ അവിടെ ഉള്ളതായി. He also noticed that there was a plant. This plant was about this tall that grew wild on these mountains. അവിടെ ഏകദേശം 1 അടി ഉയരമുള്ള ഒരു പ്രത്യേകതരം കാട്ടുചെടി അവിടെ ഒക്കെ നിൽക്കുന്നത് താൻ ശ്രദ്ധിച്ചു. So he began to investigate. ആ ചെടിയെക്കുറിച്ച് ഈ ജനറൽ പഠിക്കുവാൻ ആരംഭിച്ചു. And he discovered that these plants were mustard plants. ഈ ചെടികൾ കടുക് ചെടിയാണ് എന്ന് താൻ കണ്ടുപിടിച്ചു. And with them they made the mustard spice. അതുകൊണ്ട് അവർ ആ കടുക് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. So he began to study these. ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചു. And he noticed that they were dependent upon lime. ഈ കടുക് ഈ ലൈംസ്റ്റോൺ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വളരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിച്ചു. If you were to plant this plant
in a place that did not have limestone, it would die. ഈ ലൈംസ്റ്റോൺ ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ കടുക് കൊണ്ട് നടുകയാണെങ്കിൽ ആ കടുകിന്റെ ചെടി വളരുകയില്ല എന്ന് താൻ പഠിച്ചു. So he began to cultivate these plants and to plant them all over this one particular limestone mountain. ഈ ലൈംസ്റ്റോൺ കൊണ്ടുള്ള ഒരു കുന്നിന്റെ മേൽ താൻ ഈ കടുകുമണി നടുവാൻ ആരംഭിച്ചു. And they grew. അത് വളരുവാൻ And ആരംഭിച്ചു. they prospered. അത് വളരെ വളർന്നു. He then began to take just the seeds and see if they would grow. അതിനുശേഷം ഈ കടുകിന്റെ വിത്തെടുത്ത് അത് വളരുമോ എന്ന് ശോധന ചെയ്തു. So there was very little soil on the mountain. ഈ പർവ്വതത്തിന്റെ മുകളിൽ മണ്ണിന്റെ അംശം തീരെയും കുറവാണ്. But that didn't matter because the seed would sprout even if it was planted with rocks on top of it. അതിന്റെ മുകളിൽ ഉള്ള പാറക്കഷ്ണങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും വകവെക്കാതെ ഈ കടുകിന്റെ വിത്തുകൾ വളരുവാൻ ആരംഭിച്ചു. And the roots would spread out over the rocks and begin to pull the lime out of the stone itself. ഈ കല്ലിന്റെ ഇടയിൽ നിന്ന് തന്നെ ലൈം വലിച്ചെടുക്കുന്ന വേരുകൾ അവിടെയുള്ളതായി അവർ ശ്രദ്ധിച്ചു. And this went on for a number of years. ചില നാളുകൾ ഈ കാര്യങ്ങൾ താൻ പഠിക്കുവാനിടയായി. And one night, and the money never did come. വർഷങ്ങൾ കാത്തിരുന്നെങ്കിലും പണം വന്നില്ല. One night he was in his quarters sleeping. ഒരു ദിവസം താൻ വിശ്രമിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ And he was at the foot of the mountain. ആ പർവ്വതത്തിന്റെ കീഴിൽ താൻ നിൽക്കുമ്പോൾ And all of a sudden he was wakened by large stone boulders rolling down the mountain. നോക്കുമ്പോൾ വലിയ കഷ്ണങ്ങൾ ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉരുണ്ടു വീഴുന്ന ശബ്ദം കേട്ട് താൻ ഉണർന്നു. And it terrified him. താൻ ഭയന്നുപോയി. But as he began to study it, അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ he found that this mustard that would pull the lime out of the stone made the stones brittle. ഈ കല്ലുകൾക്കകത്തുള്ള അംശം ഈ കടുകിന്റെ വേര് വലിച്ചെടുക്കുന്നതിനാൽ കല്ലുകളുടെ ബലം നഷ്ടപ്പെട്ടു എന്ന് താൻ കണ്ടുപിടിച്ചു. And as the plant would continue to grow, ഈ ചെടി വളരും തോറും and continue to pull the lime out of the stone, ഈ കല്ലിന്റെ അകത്തുള്ള ലൈം വലിച്ചെടുക്കുമ്പോൾ that the stone would actually break away and roll down to the bottom of the mountain. ആ വലിയ കല്ലുകൾ അതിന്റെ ബലം നഷ്ടപ്പെട്ട് അത് നിലത്തേക്ക് ഉരുണ്ടു വീണ കാര്യമാണ് അവർ And കണ്ടത്. so he came up with an idea. അതുകൊണ്ട് തനിക്കൊരു ഐഡിയ വന്നു. I don't need money to quarry stones. എനിക്ക് കല്ലുകൾ വെട്ടിയെടുക്കുവാൻ പണത്തിന്റെ ആവശ്യമില്ല. I will plant mustard plants and mustard seeds all over these limestone mountains. ഈ ലൈംസ്റ്റോൺ പർവ്വതങ്ങളിലൊക്കെയും ഞാൻ കടുകിന്റെ ചെടികൾ നടുവാൻ പോകുകയാണ്. And the mustard plant itself will harvest the stones. ഈ കല്ലുകൾ ഈ ചെടികൾ നിമിത്തം കല്ലുകൾ ഉരുണ്ട് താഴെ വരുവാനിടയായിത്തീരും. And when they roll down to the bottom of the mountain, ആ പർവ്വതത്തിന്റെ ചുവട്ടിലേക്ക് ഇത് ഉരുണ്ടു വരുമ്പോൾ all I have to do is gather them, take them to the seashore, and do my construction. ഞാൻ ഈ കല്ലുകൾ ആ കടലിന്റെ അരികിൽ കൊണ്ടുപോയി എന്റെ പണി ആരംഭിച്ചാൽ മതി. And then he went further. അതിനുശേഷം താൻ ചെയ്തത് And he realized that he could also plant the African mulberry. The King James version calls that sycamore tree. കിങ് ജെയിംസ് വേർഷനിൽ സിക്കമോർ ട്രീ എന്ന് പറയുന്ന ആ വൃക്ഷം ചരിത്രം പഠിച്ചാൽ ആഫ്രിക്കൻ മൾബറി എന്ന പേരിൽ അവിടെ കാണുവാൻ സാധിക്കും. And it did the same thing. അതും ഇതേ പ്രവൃത്തി ചെയ്തു വന്നു. So he would plant 5 plants of mustard and then a mulberry tree. 5 ചെടികൾ കടുക് ചെടികൾ നട്ടതിനു ശേഷം അതിനപ്പുറേ ഒരു ആഫ്രിക്കൻ മൾബറി ചെടി നടും. And that increased the breaking away of the stones and more rolled to the bottom. അത് താൻ ആഗ്രഹിച്ചതുപോലെ കല്ലുകൾ വെട്ടിയെടുക്കുവാൻ തന്റെ പദ്ധതി നിറവേറ്റുവാൻ. Eventually Albinus did construct all of these new docks and all of these new seaports that Rome wanted. അങ്ങനെ റോമൻ സാമ്രാജ്യം ആഗ്രഹിച്ച ആ വലിയ കപ്പൽ തുറമുഖങ്ങൾ പണിതെടുക്കുവാൻ തന്റെ പദ്ധതികൾ നിവൃത്തിയായി വന്നു. Because he had all the wood he needed, he had all the stones he needed. കാര്യം കല്ലും അതുപോലെ മരവും ആവശ്യത്തിന് ലഭ്യമായി. And then Albinus became very wealthy. അങ്ങനെ അൽബേനിയസ് വളരെ ധനം സമ്പാദിച്ചു. Because he began to export the mustard spice. അങ്ങനെ ആ കടുകിന്റെ ചെടികൾ അതിന്റെ പലതും വിറ്റ് താൻ വളരെ കാശുണ്ടാക്കി. And it is the first time it had ever been exported and ever been used. First time it had ever been used. ആദ്യത്തെ പ്രാവശ്യമാണ് അത് ലോകത്തിൽ അങ്ങനെ സംഭവിക്കുവാനിടയായി തീർന്നത്. So that's where mustard
was born. അങ്ങനെയാണ് കടുകിന്റെ കാര്യം ആൾക്കാർ പഠിച്ചു തുടങ്ങിയത്. He made lots of money exporting the mustard spice, exporting timber, and exporting the fruits from the mulberry tree. ഈ മൂന്ന് വസ്തുതകൾ, മൽബറി ചെടിയിൽ നിന്നും മൽബറിയും കടുകുമണിയിൽ നിന്നും വ്യത്യസ്ത പ്രൊഡക്ട്സും അതുപോലെ തടിയും വിറ്റ് എക്സ്പോർട്ട് ചെയ്ത് താൻ വളരെ ധനം സമ്പാദിച്ചു. Now 90 years later, 90 വർഷങ്ങൾക്ക് ശേഷം it was an industry in Israel, in Judea and in the Galilee that was very productive for the Romans. ഇപ്പോൾ റോമൻ രാജ്യത്തിന് ഏറ്റവും അധികം പണം സമ്പാദിക്കുവാൻ അവർ കണ്ടുപിടിച്ച ഒരു മാധ്യമമായിരുന്നു ഈ പറഞ്ഞ വഴിയിൽ കൂടെ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. Many of these areas that used to be limestone hills had been brought down by the mustard plant. വലിയ പർവ്വതങ്ങൾ, ഉയർന്ന പർവ്വതങ്ങൾ ഈ പ്രവൃത്തിയിൽ കൂടെ അത് പർവ്വതങ്ങൾ സമനിലമായി മാറി. And even today in the country of Israel, ഇന്നും ഇസ്രായേൽ രാജ്യത്തിൽ ചെന്നാൽ, if you go over there and look for a tour, അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ you will see mustard plants growing on the limestone mountains. ലൈംസ്റ്റോൺ ഉള്ള പർവ്വതങ്ങളിൽ ഇന്നും കടുക് ചെടികൾ വളരുന്നത് കാണുവാൻ സാധിക്കും. And even today the limestone still breaks away from the mountain and rolls down to the bottom because of the mustard plant. ഇന്നും ആ കടുക് ചെടി നിമിത്തം വലിയ കല്ലുകൾ അതിന്റെ ബലം നഷ്ടപ്പെട്ട് ചെറിയ കല്ലുകളായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് താഴെ വീഴുന്നത് കാണുവാൻ സാധിക്കും. And Jesus used the experience as a teaching parable to his disciples. തന്റെ ശിഷ്യന്മാരെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഈ ഒരു ചരിത്രം യേശു എടുത്തുപയോഗിച്ചു. He says, if you have faith or a lifestyle, faith means that lifestyle. യേശു പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി ഉണ്ടെങ്കിൽ, Okay? Belief is an action. That's something that you do right now. മനസ്സിലുള്ള വിശ്വാസം, ബിലീഫ് എന്നുള്ളത് ഒരു നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ക്രിയയാണ്. But faith is a lifestyle. ജീവിത ശൈലിയാണ് മറ്റാ വിശ്വാസം എന്ന് പറയുന്ന മറ്റേ വാക്കുകൊണ്ട് അർത്ഥം. Daily life, daily walk with God. എല്ലാ ദിവസവും ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുന്ന ജീവിത ശൈലി. And Jesus told his disciples, if you have the faith of that small mustard seed, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ ചെറിയ കടുകുമണിയോളം വിശ്വാസം, ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, then the mountain will be removed, and just like in the case of Albanus, those stones from the mountain will be cast into the sea. അൽബേനസ് തന്റെ പഠനം കൊണ്ട് സാധിച്ചെടുത്തതുപോലെ ഈ വലിയ പർവ്വതം അത് പടിപടിയായി ഉരുണ്ട് കടലിൽ വീഴുവാനിടയായി. And they were literally cast into the sea because they were used to build the docks in the sea. വാസ്തവത്തിൽ കപ്പൽ തുറമുഖങ്ങൾ പണിയുവാൻ അവർ കല്ലുകൾ ഉപയോഗിച്ചതുകൊണ്ട് വാസ്തവമായിട്ടും ആ കല്ലുകൾ കടലിൽ തന്നെ പോയി വീണു. But how did it happen? പക്ഷേ ഇത് സംഭവിച്ചത് എങ്ങനെ? It wasn't the fact that the mustard seed spoke to the mountain and says, remove. കടുകുമണി ശബ്ദമുയർത്തി ഈ പർവ്വതത്തെ വെരിട്ടി ഓടിച്ചതല്ല. But the mustard seed was consistent. പക്ഷേ ഈ ചെറിയ കടുകുമണിയാണെങ്കിലും അതിന് സ്ഥിരതയുണ്ടായിരുന്നു. Every day, ഓരോ ദിവസവും, every minute, ഓരോ നിമിഷവും, every year, ഓരോ വർഷവും he continued to pull from the mountain. നിരന്തരമായി ഈ പർവ്വതത്തിന്റെ ശക്തിയെ വലിച്ചെടുത്തുകൊണ്ടിരുന്നു. The mustard plant continued to live his life. ഈ ചെറിയ കടുകുമണിയുടെ ചെറിയ ചെടി അതിന്റെ ജീവിതം സ്ഥിരതയോടെ തുടർന്നു. He did not know that he couldn't bring the mountain down. ഈ പർവ്വതത്തെ താഴെ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ഒരുപക്ഷേ ഈ കടുകുമണിക്ക് അറിയത്തില്ല. He saw the mountain as an opportunity to get lots of food. ഈ പർവ്വതത്തെ തന്റെ ജീവിതത്തിന് ആവശ്യമുള്ള സകല നറിഷ്മെന്റ്, അതിനാവശ്യമുള്ള സകല ആഹാരവും ലഭിക്കുന്ന ഒരു സാധ്യതയായി ഈ പർവ്വതത്തെ ഈ ചെടി കണ്ടു. He did not see it as an obstacle that had to be overcome. അതിനെ ഒരു തടങ്ങൽ പാറയായി, ജയിക്കുവാൻ ആവശ്യമുള്ള ഒരു തടങ്ങൽ പാറയായിട്ടല്ല, പകരം അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സാധ്യതയായി താൻ അതിനെ കണ്ടു. So his life 24 hours a day was consumed with doing what he knew he must do.
24 മണിക്കൂറും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും അതിനാവശ്യമുള്ള ആഹാരം ഏറ്റെടുക്കുന്ന ഒരു സാധ്യതയായി ഈ പർവ്വതത്തെ ഈ ചെടി കാണുവാനിടയായി. Regardless of the rain, he did not stop. മഴ വന്നിട്ടും ഈ ചെടി അത് നിർത്തിയില്ല. Regardless of the wars that went on around the mountain, he did അതിന് not ചുറ്റും stop. നടക്കുന്ന യുദ്ധങ്ങൾ ഈ ചെടിക്ക് ഒരു വിഷയമല്ല. Regardless of the fires that were set upon the mountain, he did not stop. ഈ ചുറ്റും നടക്കുന്ന വലിയ തീപിടുത്തങ്ങൾ അതിനൊരു വിഷയമല്ല. Regardless of the wind, he did not stop. കാറ്റ് ഈ ചെടിക്ക് ഒരു വിഷയമല്ല. He continually pulled and ate and did what he's supposed to do ഈ ചെറിയ every day. ചെടിക്ക് ആവശ്യമുള്ള ആഹാരം അതിന്റെ വേരുകൾ ഈ വലിയ പാറയിൽ നിന്നും വലിച്ചെടുക്കുന്നത് അത് 24 മണിക്കൂറും തുടർന്നുകൊണ്ട്. And as a result of that consistency, ആ സ്ഥിരതയുടെ ഫലമായി the mountain came down. വലിയ പർവ്വതം കടലിൽ പോയി വീണു. And it was no longer a problem or a situation that he had to confront. വീണ്ടും ഏറ്റുമുട്ടേണ്ട ഒരു പ്രതികൂലം അതിൽ പിന്നെ അവശേഷിച്ചിരുന്നുമില്ല. So Jesus is telling his disciples അതുകൊണ്ട് this. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, If you are my disciple, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെങ്കിൽ then in order for you to bring down the obstacles in your life, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വലിയ തടങ്ങൾ, പാറകൾ, വലിയ പർവ്വതങ്ങൾ അത് നിലംപരിചാകുവാൻ, കടലിൽ പോയി വീഴുവാൻ, then be consistent. നിങ്ങൾ സ്ഥിരതയോടെ നിങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കുക. Every day, ഓരോ ദിവസവും, every hour, ഓരോ മണിക്കൂറിലും, every minute, ഓരോ നിമിഷവും, regardless of what happens, ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാതെ, regardless of the difficulties in your life, നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാതെ, regardless of the chaos, നിങ്ങളുടെ മുൻപിലുള്ള ആ കൺഫ്യൂഷൻ ശ്രദ്ധിക്കാതെ, regardless of the fires that try to destroy you, നിങ്ങളെ നശിപ്പിക്കുവാൻ ഉയർന്നു വരുന്ന തീച്ചൂളകൾ കണ്ടു മാറി നിൽക്കാതെ, keep your eye on your goal. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെ ശ്രദ്ധ വെച്ച് and ഓട്ടം സ്ഥിരതയോടുക, And be consistent. സ്ഥിരതയോടുക, Be committed to it. അതിന് സമർപ്പിക്കപ്പെട്ടവരായിരിക്കുക. And knowing that God has not changed his mind about you. ദൈവത്തിന്റെ ഹിതം നിങ്ങളെ കുറിച്ചുള്ളത് ദൈവം തിരുത്തി കുറിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പോടെ സ്ഥിരതയോടുക. And your mountain നിങ്ങളുടെ will പർവ്വതം, come down. നിങ്ങളുടെ മുൻപിലുള്ള മഹാപർവ്വതം അത് സമനിലമായി മാറും. And in the life of these disciples, ഈ ശിഷ്യന്മാരുടെ ജീവിതം അനുസരിച്ച് they began at that time to plant their mustard seeds. അവരുടെ ജീവിതത്തിൽ അവർ അവരുടെ വിശ്വാസത്തിന്റെ കടുകുമണികൾ വിതറുവാൻ ആരംഭിച്ചു. It took a while for that plant to come up. ഒരുപക്ഷേ ആ ചെടികൾ വളർന്നു വരുവാൻ അല്പം നാളുകൾ എടുത്തു. It wasn't until after the death and resurrection of Jesus till the plant sprouted. ഒരുപക്ഷേ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേര് പിടിച്ചത്. But in those early years of the early church, പക്ഷേ സഭയുടെ ആദ്യ നാളുകളുടെ ചരിത്രം when those apostolic seeds were now full grown bushes of the mustard, അപ്പോസ്തലന്മാർ അവരുടെ ഉപദേശം വിത്തുകളായി വീണ വിശ്വാസത്തിന്റെ ആ വിത്ത് വളർന്ന് പടർന്നു പന്തലിച്ചപ്പോൾ they were consistent day in and day out. അവർ രാവും പകലും സ്ഥിരതയോടെ അവരുടെ മുൻപിലുള്ള ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധയോടെ ഓടുവാൻ തയ്യാറായി. Trusting in their commission, അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ വിശ്വസിച്ചു. trusting in their God, അവരുടെ ദൈവത്തിൽ അവർ ആശ്രയിച്ചു. trusting in their responsibility. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളും ദൗത്യങ്ങളും അവർ ശ്രദ്ധയോടെ ചെയ്തു വന്നു. And as a result of that consistency, ആ സ്ഥിരത നിമിത്തം that giant mountain of the Roman Empire crumbled. റോമൻ സാമ്രാജ്യം എന്ന വലിയ പർവ്വതം ദൈവസഭയുടെ മുൻപിൽ കീഴടങ്ങേണ്ടി വന്നു. Never to rise again. ഒരിക്കലും ഉയരാത്തതുപോലെ. And God will do the same for you in your circumstances. അത് ദൈവം ചെയ്തെടുക്കും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. Stand together if you will. Hallelujah, hallelujah. Everyone stand together. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാലും. Heavenly Father, we magnify you. പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. We glorify you. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. We thank you for the gift of salvation. രക്ഷ എന്ന അങ്ങയുടെ ദാനത്തിനായി സ്തോത്രം. We thank you for the death of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിനായി സ്തോത്രം. But most assuredly, we thank you for his resurrection. പക്ഷേ ഏറ്റവും ഉറപ്പായി ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തനേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Because he is alive now.
യേശു ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുകയാൽ. And he lives within the hearts and the spirits of each of us. ഞങ്ങളുടെ ആത്മാവിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഇന്ന് കർത്താവായ യേശുക്രിസ്തു രാജാവായി വാഴുകയാൽ. Now, Father, there are those here that have mountains. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മുൻപിൽ പർവ്വതങ്ങൾ കാണുന്ന പലരും ഇവിടെയുണ്ട്. Mountains that are on the horizon. ഞങ്ങളുടെ മുൻപിൽ ദൂരവേ കാണുന്ന ചില പർവ്വതങ്ങൾ. Mountains that are perhaps they have just begun to climb. ഒരുപക്ഷെ ഞങ്ങളുടെ തൊട്ടു മുൻപിൽ അടുത്ത ചുവട്ടടി വെക്കുവാൻ ഞങ്ങളെ സമ്മതിക്കാത്തതുപോലെ തൊട്ടു മുൻപിൽ കാണുന്ന പർവ്വതങ്ങൾ. Or mountains that have been part of their lives for years. ഒരുപക്ഷെ ചിലരുടെ ജീവിതത്തിൽ വർഷങ്ങളായി അവർ നേരിടുന്ന ചില പർവ്വതത്തിന്റെ അനുഭവങ്ങൾ. But Lord, you told us how to get rid of them. പക്ഷേ ഈ പർവ്വതങ്ങളെ കടലിലേക്ക് തള്ളിയിടുവാൻ ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തു ഞങ്ങൾക്ക് ആലോചന നൽകിയിട്ടുണ്ടല്ലോ. That's to be consistent. ഞങ്ങൾ സ്ഥിരതയോടുകൂടുവാൻ. Consistent with our trust in you. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആശ്രയത്തിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുക. Consistent with our confidence in you. ഞങ്ങളുടെ ധൈര്യത്തിൽ ഞങ്ങൾ സ്ഥിരതയോടെ മുൻപോട്ട് പോകുവാൻ. Consistent with our commitment to you. ഞങ്ങളുടെ സമർപ്പണത്തിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുവാൻ. Consistent in our prayers to you. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുവാൻ. And in our responsibility to tell others about you. അങ്ങയെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്ന ഞങ്ങളുടെ ചുമതലയിൽ സ്ഥിരതയോടെ ഞങ്ങൾ വിശ്വസ്തരായിരിക്കുവാൻ. And we now pledge ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു that we will continue to live day by day, hour by hour, and minute by minute. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും അങ്ങയുടെ മുൻപിൽ വിശ്വസ്തയോടെ സ്ഥിരതയോടെ ജീവിക്കുവാൻ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. We will continue with that consistency. ആ സ്ഥിരതയിൽ ഞങ്ങൾ മുന്നേറും എന്ന് ഞങ്ങൾ പ്രതിഷ്ഠയെടുക്കുന്നു. And we will be successful with your help in the destruction of those mountains. അങ്ങയുടെ സഹായത്തോടുകൂടി ഞങ്ങൾ ജയാളികളായി ഈ മഹാപർവ്വതങ്ങളെ സമനിലമാക്കി അതിനെ കടലിൽ മാറ്റിയിടുവോളം ഞങ്ങൾ മുന്നോട്ട് തന്നെ വിശ്വസ്തരായി മുന്നേറുമെന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു. In the name of Jesus. യേശുക്രിസ്തുവിൻ നാമത്തിൽ. Now lift your hands and praise him. ഒരു നിമിഷം കരമുയർത്തി Give him honor. കർത്താവിനെ Give him സ്തുതിച്ചാൽ. praise. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാലും